നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉക്രൈനിലുള്ള എല്ലാ സൈനിക സഹായങ്ങളും US നിർത്തിയെന്ന് വൈറ്റ് ഹൌസ്. USന്റെ സഹായമില്ലാതെ യുദ്ധത്തിൽ റഷ്യയെ നേരിടാൻ ഉക്രൈന് പ്രയാസമാകുമെന്ന് വിലയിരുത്തൽ. സൈനിക സഹായം നിർത്തലാക്കിയ US നീക്കത്തിനിടെ പാശ്ചാത്യ രാജ്യങ്ങൾ സഹായം തുടരണമെന്ന നിലപാടിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ട്രംപിനെ പിന്തുണച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസും. മറ്റൊരു റഷ്യൻ അധിനിവേശത്തിൽ നിന്ന് ഉക്രൈനെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ധാതു കരാറിൽ ഒപ്പുവയ്ക്കുകയെന്നും വാൻസ്. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും മേലുള്ള താരിഫ് ഒഴിവാക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. താരിഫുകൾ ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്നു. താരിഫ് ചുമത്തിയ അമേരിക്കയ്ക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കുമെന്ന് കാനഡയും മെക്സിക്കോയും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും ഗുരുതരം. വെന്റിലേറ്ററിലേക്ക് മാറ്റി. റംസാൻ മാസത്തിൽ പിടിക്കപ്പെടുന്ന യാചകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. പിടികൂടുന്ന വിദേശികളെ നിയമ നടപടികൾക്ക് വിധേയമാക്കും. വാർത്തകൾ വിശദമായി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വീണ്ടും വെന്റിലേറ്ററിലേക്ക് മാറ്റി. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ വെന്റിലേറ്റർ ഒഴിവാക്കിയിരുന്നു. ഉച്ചകഴിഞ്ഞ് മാർപ്പാപ്പയ്ക്ക് 2 തവണ കടുത്ത ശ്വാസതടസ്സമുണ്ടായതായി വത്തിക്കാൻ അറിയിച്ചു. തുടർന്ന് ഡോക്ടർമാർ അടിയന്തരമായി ശ്വാസകോശത്തിൽ നിന്ന് കഫം നീക്കം ചെയ്തു. തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. ട്രംപ് സെലൻസ്കി വാക്കുതർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഉക്രൈനിലുള്ള എല്ലാ സൈനിക സഹായങ്ങളും US നിർത്തിവച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ജോ ബൈഡൻ പ്രസിഡന്റായിരുന്നപ്പോൾ നിലവിലിരുന്ന കയറ്റുമതി, വെടിമരുന്ന് വിതരണം എന്നിവയെ ഈ തീരുമാനം ബാധിക്കും. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിനോട് സൈനിക സഹായം താൽക്കാലികമായി നിർത്താൻ ട്രംപ് ഉത്തരവിട്ടു. USന്റെ സഹായമില്ലാതെ യുദ്ധത്തിൽ റഷ്യയെ നേരിടാൻ ഉക്രൈന് പ്രയാസമാകുമെന്നാണ് വിലയിരുത്തൽ. സമാധാനത്തിനു വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നതെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ലക്ഷ്യത്തിൽ USന്റെ പങ്കാളികളും ചേരണമെന്നാണ് ആഗ്രഹമെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ സെലൻസ്കിയുടെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല. ഉക്രൈനുള്ള എല്ലാ സൈനിക സഹായവും US നിർത്തിയ സംഭവത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ സഹായം തുടരണമെന്ന നിലപാടുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. സമാധാന കരാറിന് ശേഷവും ഉക്രൈന് സഖ്യരാജ്യങ്ങളിൽ നിന്ന് പണവും ആയുധങ്ങളും ആവശ്യമായി വരുമെന്ന് പ്രധാനമന്ത്രി തിങ്കളാഴ്ച MPമാരോട് പറഞ്ഞു. ട്രംപ് സഹായം ശാശ്വതമായി നിർത്തലാക്കിയതല്ലെന്നും താൽക്കാലികമായി നിർത്തലാക്കിയതെന്നാണ് റിപ്പോർട്ട്. ഉക്രൈനുമായുള്ള ധാതു കരാർ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ചൊവ്വാഴ്ച ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഉക്രൈന് സൈനിക സഹായം നിർത്തിയ സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുണച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. മറ്റൊരു റഷ്യൻ അധിനിവേശത്തിൽ നിന്ന് ഉക്രൈനെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ധാതു കരാറിൽ ഒപ്പുവയ്ക്കുകയാണ്. വ്ളാഡിമിർ പുടിൻ വീണ്ടും ഉക്രൈനെ ആക്രമിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെങ്കിൽ ഏറ്റവും മികച്ച സുരക്ഷാ ഗ്യാരണ്ടി അമേരിക്ക നൽകണമെങ്കിൽ സാമ്പത്തികമായ നേട്ടം അമേരിക്കയ്ക്ക് കിട്ടണമെന്ന് വാൻസ് കൂട്ടിച്ചേർത്തു. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും മേലുള്ള താരിഫ് ഒഴിവാക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താരിഫുകൾ ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ ഇതൊഴിവാക്കാനുള്ള കരാറിന്റെ സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ട്രംപിന്റെ പ്രതികരണം. തീരുമാനിച്ചതുപോലെ താരിഫുകൾ ചൊവ്വാഴ്ച നിലവിൽ വരുമെന്നും ട്രംപ് പറഞ്ഞു. ഇത് തന്റെ രാജ്യത്തെ ഏറ്റവും വലിയ 2 സാമ്പത്തിക പങ്കാളികളുമായുള്ള വ്യാപാര യുദ്ധത്തിന് കളമൊരുക്കുമെന്നും ട്രംപ് പറഞ്ഞു. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് 25% താരിഫുകളും ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 10% അധിക താരിഫുകളും ഫെബ്രുവരി ആദ്യ ആഴ്ചയാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. അമേരിക്കയ്ക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കുമെന്ന് കാനഡയും മെക്സിക്കോയും. ഈ രാജ്യങ്ങൾക്ക് മേലുള്ള താരിഫ് ഒഴിവാക്കില്ലെന്നും ചൊവ്വാഴ്ച മുതൽ ഇത് നിലവിൽ വരുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഈ പ്രതികരണം. ന്യായീകരിക്കാനാവാത്ത പ്രവൃത്തിയാണ് ട്രംപിന്റേത് എന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത്. പ്രതികാരമെന്ന നിലയിൽ ഒരു കൗണ്ടർ താരിഫ് പാക്കേജ് തിങ്കളാഴ്ച ട്രൂഡോ പുറത്തിറക്കിയിരുന്നു. പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ കാട്ടുതീ ജപ്പാനിൽ തുടരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി കാലാവസ്ഥാ അധികൃതർ. വടക്കുകിഴക്കൻ തീരത്തുള്ള ഒഫുനാറ്റോ നഗരത്തിൽ തീപിടുത്തമുണ്ടായി ഒരാഴ്ച കഴിഞ്ഞിട്ടും തീ അണയ്ക്കാൻ സാധിക്കാത്തതോടെയാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയത്. കാട്ടുതീയിൽ നിരവധി വീടുകൾ നശിച്ചതോടെ 1000-ലധികം പേർ പലായനം ചെയ്തു. ഈ വർഷത്തെ അസാധാരണമാംവിധം വരണ്ട ശൈത്യകാലവും ശക്തമായ കാറ്റുമാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കാലാവസ്ഥാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ട്രംപ് ഭരണകൂടം സാമ്പത്തിക സഹായം വെട്ടിക്കുറച്ചതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പരിപാടി പ്രതിസന്ധിയിൽ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ദക്ഷിണാഫ്രിക്കയിലെ അവരുടെ ഓഫീസ് അടച്ചു. ഇതേ തുടർന്ന് WFP അതിന്റെ തെക്ക് കിഴക്കൻ ആഫ്രിക്കൻ പ്രവർത്തനങ്ങൾ കെനിയയിലെ നെയ്റോബിയിലുള്ള ഒരു പ്രാദേശിക ഓഫീസായി ഏകീകരിക്കുമെന്നാണ് വിവരം. 2023 UN ഭക്ഷ്യ ഏജൻസി അതിന്റെ ഘടന കാര്യക്ഷമമാക്കുന്നതിനുള്ള ഒരു ദീർഘകാല പദ്ധതി ആരംഭിച്ചിരുന്നു. എന്നാൽ ഫണ്ടിംഗ് പരിമിതപ്പെട്ടതിനെ തുടർന്നാണ് അടച്ചുപൂട്ടലിന് നിർബന്ധിതരായത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായി വിമർശിച്ച് ഫ്രഞ്ച് പ്രധാനമന്ത്രി ഫ്രാങ്കോയിസ് ബെയ്റോ. വൈറ്റ് ഹൌസിൽ സെലൻസ്കിയുമായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ കൂടിക്കാഴ്ച ക്രൂരവും അപമാനിക്കാനുള്ള ആഗ്രഹവും നിറഞ്ഞതായിരുന്നുവെന്ന് ഫ്രഞ്ച് പ്രധാനമന്ത്രി ആരോപിച്ചു.
തിങ്കളാഴ്ച ഫ്രഞ്ച് പാർലമെന്റ് സമ്മേളനത്തിലാണ് പ്രതികരണം. വിദ്യാഭ്യാസ സെക്രട്ടറിയായി ലിൻഡ മക്ഹോണിനെ US സെനറ്റ് സ്ഥിരീകരിച്ചു. മുൻ വിദ്യാഭ്യാസ സെക്രട്ടറിയെ പിരിച്ചുവിടാനുള്ള ട്രംപിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്. ട്രംപിന്റെ ആദ്യ ഭരണ കാലയളവിൽ ചെറുകിട ബിസിനസ് ഭരണകൂടത്തെ നയിച്ചിരുന്ന വ്യക്തിയാണ് ലിൻഡ. ദീർഘകാലത്തെ ട്രംപിന്റെ സഖ്യകക്ഷിയായി തുടരുന്ന മക്ഹോണിന് 51-45 എന്ന വോട്ടിനാണ് അംഗീകാരം ലഭിച്ചത്. UK ഫ്രാൻസ് സംഘർഷം രൂക്ഷമാകുന്നു. US ആയുധങ്ങൾക്കായി $350 ബില്യൺ റഷ്യയുടെ ആസ്തികൾ പിടിച്ചെടുക്കാനുള്ള പദ്ധതിയെ ചൊല്ലിയാണ് ഈ സംഭവ വികാസങ്ങൾ. റഷ്യയുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള UKയുടെ സന്നദ്ധതയെ ഫ്രാൻസ് എതിർത്തിരുന്നു. എന്നാൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി UKയുടെ പക്ഷം ചേർന്നതോടെയാണ് കാര്യങ്ങൾ രൂക്ഷമായത്. സ്റ്റാർഷിപ്പിന്റെ 8ാം പരീക്ഷണം സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് സ്പേസ് എക്സ് റദ്ദാക്കി. നിക്ഷേപങ്ങൾക്ക് 40 സെക്കൻഡ് മുൻപാണ് മിഷൻ കൺട്രോളർമാർ പരീക്ഷണം നിർത്തിയത്. എന്താണ് പ്രശ്നമെന്ന് സ്പേസ് എക്സ് വെളിപ്പെടുത്തിയിട്ടില്ല. 7ാം പരീക്ഷണം ബഹിരാകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ റോക്കറ്റാണ് സ്റ്റാർഷിപ്പ്. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള യാത്രകൾ ലക്ഷ്യമിട്ടാണ് സ്റ്റാർഷിപ്പിന്റെ രൂപകൽപ്പന. റംസാൻ മാസത്തിൽ പിടിക്കപ്പെടുന്ന യാചകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. പിടികൂടുന്ന വിദേശികളെ നിയമ നടപടികൾക്ക് വിധേയമാക്കുമെന്നും ശിക്ഷയ്ക്ക് ശേഷം നാടുകടത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. മാളുകൾ, കച്ചവട കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ യാചകരുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി ശക്തമാക്കുന്നത്. വാട്സ്ആപ്പ് പോലുള്ള ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകൾ വഴി ഉപഭോക്താക്കളുമായി ആശയവിനിമയം നടത്തരുതെന്ന് സൗദി സെൻട്രൽ ബാങ്ക് രാജ്യത്തെ പ്രാദേശിക ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇത്തരം ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പുകളുടെ വിശ്വാസ്യതയെയും സുരക്ഷാ അപകട സാധ്യതകളെയും കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് വാട്സ്ആപ്പ് ഉൾപ്പെടെയുള്ള ആപ്പുകൾ വഴി ഉപഭോക്താക്കൾക്ക് സന്ദേശം കൈമാറുന്നതിൽ നിന്ന് ബാങ്കുകൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ ബാങ്കിന്റെ ഈ തീരുമാനം നിയന്ത്രണാധികാരമാവുകയും ധനകാര്യ സ്ഥാപനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധതയുമായും യോജിക്കുന്നതായും അധികൃതർ അറിയിച്ചു. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. പാസ്പോർട്ട് നിയമത്തിൽ മാറ്റങ്ങൾ വരുന്നു. ഏതാനും ദിവസം മുൻപാണ് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. ജനനത്തീയതി കൃത്യമായി ഉറപ്പുവരുത്താനും ഏകീകരിക്കാനും രേഖകളിലെ കൃത്യത ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ. പുതിയ ചട്ടം അനുസരിച്ച് 2023 ഒക്ടോബർ 1-ാം തീയതിയോ അതിനുശേഷമോ ജനിച്ചവർക്ക് പാസ്പോർട്ട് അപേക്ഷയ്ക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കും. ജനനത്തീയതി തെളിയിക്കാൻ മറ്റൊരു രേഖയും സ്വീകാര്യമാകില്ല. മഹാരാഷ്ട്ര സിവിൽ സപ്ലൈസ് മന്ത്രി ധനഞ്ജയ് മുണ്ടെ രാജിവെച്ചു. ചൊവ്വാഴ്ച മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് രാജി സമർപ്പിച്ചു. 2024 ഡിസംബറിൽ ബീഡ് ജില്ലയിലെ ഗ്രാമ സർപഞ്ചിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ധനഞ്ജയ് മുണ്ഡെയുടെ സഹായികളിൽ ഒരാൾ അറസ്റ്റിലായതിനെ തുടർന്നാണ് ഈ രാജി. രാജിക്കത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലും പങ്കുവച്ചു. SDPI ദേശീയ പ്രസിഡന്റിനെ ED അറസ്റ്റ് ചെയ്തു. പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ച കേസിലാണ് AK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കഴിഞ്ഞ ദിവസം രാത്രി ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ED ഫൈസിയെ കസ്റ്റഡിയിലെടുത്തതായാണ് റിപ്പോർട്ട്. നിയമവിരുദ്ധവും തീവ്രവാദപരവുമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചു വരികയാണെന്നും ED വ്യക്തമാക്കി. ഇനി കേരള ഹൈലൈറ്റ്സ്. ആശാ വർക്കർമാരുടെ സമരത്തിൽ സഭയിൽ അടിയന്തര പ്രമേയം. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചു. നിയമസഭയിൽ പ്രതിപക്ഷവും സ്പീക്കറും തമ്മിൽ രൂക്ഷമായ വാഗ്വാദം നടന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് വ്യത്യസ്ത ഘട്ടങ്ങളിൽ സഭയിൽ 2 തവണ വന്നതായി സ്പീക്കർ പറഞ്ഞു. 2 തവണ സഭയിൽ വന്ന വിഷയം വീണ്ടും പരിഗണിക്കുന്നത് ക്രമപ്രകാരമല്ലെന്ന് MP രാജേഷ് വ്യക്തമാക്കി. 13,000 രൂപ ആശമാർക്ക് നൽകുന്നുണ്ടെന്ന് ഇന്നും ആരോഗ്യമന്ത്രി സഭയിൽ ആവർത്തിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ ആശമാർക്ക് നൽകുന്ന ഓണറേറിയത്തിന്റെ കണക്കുകൾ നിരത്തിയായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രസംഗം. മൂന്നാമതും പിണറായി വിജയൻ തന്നെ LDFനെ നയിക്കുമെന്ന് മുതിർന്ന CPM നേതാവ് EP ജയരാജൻ. കേരളത്തിലെ ഭരണരംഗത്തിന് നേതൃത്വം നൽകുന്നത് പിണറായി വിജയനാണ്. പിണറായിയുടെ സേവനങ്ങൾ പാർട്ടി കാണും. ഉചിതമായ നിലപാട് സ്വീകരിക്കും. ഭരണരംഗത്ത് നിൽക്കുന്നതിൽ പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല. പാർട്ടിയുടെ സംഘടനാ തലത്തിലെടുത്ത തീരുമാനം പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ്. പുതിയ നേതൃനിരയെ ഉയർത്തിക്കൊണ്ടുവരാനാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ ആര് നയിക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ക്യാപ്റ്റനെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. സംസ്ഥാന സമിതിയിലെ പ്രായപരിധി കർശനമായി നടപ്പാക്കുമെന്നും 75-ന് മുകളിലുള്ള ആരും കമ്മിറ്റിയിൽ ഉണ്ടാവില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കൂടാതെ പിണറായിക്ക് ഇളവ് നൽകണോ എന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലേക്കടക്കം പ്രധാന റൂട്ടുകളിൽ ട്രെയിനുകളുടെ വേഗം വർദ്ധിപ്പിക്കാൻ ദക്ഷിണ റെയിൽവേ നടപടികൾ ആരംഭിച്ചു. ആർക്കോണം, ജോലാർപേട്ട്, സേലം, കോയമ്പത്തൂർ, ചെന്നൈ, ഗുഡൂർ പാതകളിൽ മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓടിക്കാൻ പാളം
ബലപ്പെടുത്തുന്ന നടപടി തുടങ്ങി. നിലവിൽ ഈ പാതകളിലെ പരമാവധി വേഗം മണിക്കൂറിൽ 130 കിലോമീറ്ററാണ്. വേഗം കൂടുന്നതോടെ യാത്രാ സമയത്തിൽ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ കുറവുണ്ടാകും. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 110.84 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.36 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 90.54 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.27 US ഡോളർ. ഇനി സ്പോർട്സ്. വനിതാ പ്രീമിയർ ലീഗിൽ 3ാം ജയം കുറിച്ച് പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കി ഗുജറാത്ത് ജയന്റ്സ്. തീർത്തും ഏകപക്ഷീയമായി മാറിയ മത്സരത്തിൽ UP വോറിയേഴ്സിനെ 81 റൺസിനാണ് ഗുജറാത്ത് ജയന്റ്സ് തകർത്തത്. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 186 റൺസ്. UPയുടെ മറുപടി 17.1 ഓവറിൽ 105 റൺസിൽ അവസാനിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉക്രൈനിലുള്ള എല്ലാ സൈനിക സഹായങ്ങളും US നിർത്തിയെന്ന് വൈറ്റ് ഹൗസ്. USന്റെ സഹായമില്ലാതെ യുദ്ധത്തിൽ റഷ്യയെ നേരിടാൻ ഉക്രൈന് പ്രയാസമാകുമെന്ന് വിലയിരുത്തൽ. സൈനിക സഹായം നിർത്തലാക്കിയ US നീക്കത്തിനിടെ പാശ്ചാത്യ രാജ്യങ്ങൾ സഹായം തുടരണമെന്ന നിലപാടിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ട്രംപിനെ പിന്തുണച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസും. മറ്റൊരു റഷ്യൻ അധിനിവേശത്തിൽ നിന്ന് ഉക്രൈനെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ധാതു കരാറിൽ ഒപ്പുവയ്ക്കുകയെന്നും വാൻസ്. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും മേലുള്ള താരിഫ് ഒഴിവാക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. താരിഫുകൾ ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്നു. താരിഫ് ചുമത്തിയ അമേരിക്കയ്ക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കുമെന്ന് കാനഡയും മെക്സിക്കോയും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും ഗുരുതരം, വെന്റിലേറ്ററിലേക്ക് മാറ്റി. റംസാൻ മാസത്തിൽ പിടിക്കപ്പെടുന്ന യാചകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. പിടികൂടുന്ന വിദേശികളെ നിയമ നടപടികൾക്ക് വിധേയമാക്കും. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.